വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച SCRT ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദിക്കാവുന്ന അനുബന്ധ വിവരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ SCRT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളും SCRT ചോദ്യങ്ങളും SCRT പാഠഭാഗങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ചുരങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന PSC ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ചുരവുമായി ബന്ധപ്പെട്ട് വരുന്ന PSC ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലകളിലെ ചുരങ്ങൾ എന്നാണ് ഫസ്റ്റ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കിടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചുരങ്ങൾ അല്ലെങ്കിൽ പാസ് എന്ന് വെച്ചാൽ എന്താണ്? പർവ്വതനിരകൾ മുറിച്ചു കിടക്കുവാനായിട്ട് സഹായിക്കുന്ന ചെറിയ മലയിടുക്കുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ മലയിടുക്കുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശങ്ങളിലുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ പാതകൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോൾ എന്താണ്? ഈ പർവ്വതങ്ങൾക്കിടയിൽ ചെറിയൊരു പാത അല്ലേ, നമുക്ക് കടന്നു പോകുവാനായിട്ടുള്ള ചെറിയൊരു പാതയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുരങ്ങൾ എന്ന് പറയുന്നത് പല രാജ്യങ്ങളെയും പല സംസ്കാരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ചുരങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ചുരങ്ങൾ ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഈ ലിപ്പുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നാഥുല ചുരം എന്ന് പറയുന്ന 4 ചുരങ്ങളാണ് എപ്പോഴും PSC ആവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ലിപ്പുലേഖ് ചുരം ഏതുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറ്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ അല്ലേ. ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് ചുരം. അപ്പോൾ ചോദിക്കാറുണ്ടല്ലേ ലിപ്പുലേഖ് ചുരം ഏതുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ഉത്തരാഖണ്ഡ് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. ഇമ്പോർട്ടൻ്റ് ആണ്ടോ, ഈ 4 പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി സോജില ചുരം ഏതാണ്? സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. ഇനി നാഥുല ചുരം സിക്കിം ടു ടിബറ്റ് ആണ് കേട്ടോ. നാഥുല ചുരം സിക്കിം ടു ടിബറ്റ് ആണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. അപ്പോൾ ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്, ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ്, സോജില ചുരം ശ്രീനഗർ ടു കാർഗിൽ, നാഥുല ചുരം സിക്കിം ടു ടിബറ്റ്. അപ്പോൾ ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്, ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ്, സോജില ചുരം ശ്രീനഗർ ടു കാർഗിൽ, നാഥുല ചുരം സിക്കിം ടു ടിബറ്റ്. ക്ലിയർ ആണല്ലോ? പഠിച്ചു വെക്കാട്ടെ, ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഇനി നെക്സ്റ്റ് ഭാഗമാണ് സമതലങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. സമതലങ്ങളെ കുറിച്ച് PSC ആവർത്തിക്കാറുണ്ട് അല്ലേ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ LDC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ നദികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് സമതലങ്ങൾ എന്ന് വെച്ചാൽ ഏതേത് നദികളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ ചില ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതേത് നദികളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തരംതിരിച്ചിട്ടുള്ളത്? സമതലങ്ങളിലെ ഉത്തര മഹാസമതലത്തെ സമതലങ്ങളായിട്ട് പല ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് അതിൻ്റെ ഭൂരൂപീകരണത്തിന് കാരണമായ നദികളാണ് സിന്ധുവും പോഷക നദികളും. പഞ്ചാബ് ഹരിയാന സമതലവുമായി ബന്ധപ്പെട്ട നദികളാണ് സിന്ധുവും പോഷക നദികളും. ഇനി രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളെ ബന്ധിപ്പിക്കുന്ന നദികൾ ഏതാണ്? ലൂണി സരസ്വതി നദികളാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണ് ലൂണി സരസ്വതി നദികൾ. ഗംഗാ സമതലത്തിലോ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഗംഗയും പോഷക നദികളാണ്. ആസാമിലെ ബ്രഹ്മപുത്ര സമതലവും ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം ലൂണി സരസ്വതി നദികൾ, ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ പോഷക നദികളും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയേ, കുറച്ച് കോഡ്സ് നൽകിയിട്ടുണ്ട്. ഈ കോഡ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്
നമുക്ക് നോക്കാം. ഇങ്ങനെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പം നടന്ന 2 പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലൂയി 14 പറഞ്ഞത് എന്താണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനം നൽകിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂയി 14 ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് ശേഷമാണ് പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷമാണ് പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഇനി നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻറ്റോയിനറ്റാണ് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനറ്റാണ്. ഇന്ന് നമ്മൾ ചോദിക്കുന്നത് വിവരാവകാശ കമ്മീഷനുമായിട്ടാണ്. അതിന് PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് വിവരം? വിവരാവകാശ കമ്മീഷനിലെ വിവരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് വിവരാവകാശങ്ങൾ എന്ന് പറയുന്നത്? വിവരാവകാശ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്ക് നോക്കാം കേട്ടോ. വിവരാവകാശ കമ്മീഷനെ കുറിച്ചും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് വിവരങ്ങൾ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. അതിന് വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലുമുണ്ട് കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 10 എന്ന് പറയാം. അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കൂടാണെന്നുണ്ടെങ്കിൽ 11 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളാണ് എന്തിലുണ്ടായിരിക്കുക? വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കാം. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അതുപോലെ അപൂർണമോ തെറ്റാതെയോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു വിവരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം അല്ലേ? അപ്പീൽ നൽകാവുന്നതാണ്. 1-ാം അപ്പീൽ, 2-ാം അപ്പീൽ എന്ന് പറയുന്ന അപ്പീലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്തുവാൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് വിവരം നൽകിയിട്ടില്ല, നമ്മൾ അപ്പീൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിഴ നൽകാം. 250 മുതൽ എത്രയാണ്? 25,000 വരെയാണ് പിഴ നൽകാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. 250 മുതലാണ് പിഴ നൽകുന്നതിനുള്ള തുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മൾ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയില്ലേ നമുക്ക് ചുമതലകൾ നിർവഹിക്കുന്നത് സംസ്ഥാനത്തിലും കേന്ദ്ര തലത്തിലും ഉണ്ട് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. 11 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷനടക്കം 11 പേരാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് മറുപടി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പീൽ കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 250 രൂപ വീതം പിഴ നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ 250 മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതെന്ന് പറഞ്ഞത്. ഇനി എന്താണ് വിവരങ്ങൾ? ഇവിടെ നിന്ന് വരുന്ന 3-4 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്ന് പറയുന്നത് എത്ര അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ് വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ എത്രയാണ് പിഴ ഈടാക്കുന്നതെന്നും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തൊക്കെയാണ് വിവരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന വിവരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരാവകാശത്തിൽ പെടുന്നവയാണ്.
അതുപോലെ തന്നെ ഈ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്? ഏതൊക്കെയാണ്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതുഅധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽപ്പെടുന്നവയാണ്. ഈ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഏതാണ് വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ? രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്നും ഉൾപ്പെടുത്താത്തതെന്നും പഠിച്ചല്ലോ. അതുപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ ലോക്പാലും ലോകായുക്തയും എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. എന്താണ് ലോക്പാൽ? ലോക്പാൽ എന്ന് വെച്ചാൽ എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനാണ് ഈ ലോക്പാലും ലോകായുക്ത ഉള്ളതും. സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ എന്താണ്? കേന്ദ്രത്തിലെ അഴിമതി തടയുന്നതിനുള്ള ഒരു സ്ഥാപനങ്ങളാണ് ഈ ലോക്പാലും ലോകായുക്ത എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കുവാനും ലോക്പാലിന് അധികാരമുണ്ട്. അപ്പോൾ ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ്. അത് പൊതുപ്രവർത്തകർക്കെതിരെയായാലും ഉദ്യോഗസ്ഥർക്കെതിരെയായാലും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? ലോക്പാലിനുണ്ട്. ഇനി സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിലാണ് കേട്ടോ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിനാണ് ലോകായുക്ത രൂപം കൊണ്ടുള്ളത്. അതുപോലെ തന്നെ കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. ശരിക്കും കോടതി നടപടികൾ എങ്ങനെയാണ് നടക്കുന്ന ആ രീതിയാണ് ഈ ലോക്പാലിനാണെങ്കിലും ലോകായുക്തയ്ക്കാണെങ്കിലും ഉള്ളത്. അപ്പോൾ ചോദിക്കാറുള്ളത് ലോക്പാൽ എന്ന് പറയുന്നത് എന്താണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപീകരിച്ച സ്ഥാപനം ഏതാണെന്നാണ് ചോദിക്കാറ്. അതുപോലെ ലോക്പാലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ആണെന്നുണ്ടെങ്കിൽ ലോകായുക്തയുമാണ് കേട്ടോ. നെക്സ്റ്റ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഭൂനികുതി വ്യവസ്ഥ ഏതാണെന്നല്ലേ. നമുക്കറിയാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതുപോലെ തന്നെ റേറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥയുണ്ട്. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്കതിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 3 വ്യവസ്ഥകളും ചോദിക്കാറുണ്ട്. ചേരുംപടി ചേർക്കാനൊക്കെ ആയിരിക്കണം കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലുള്ള വ്യവസ്ഥ ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഇനി റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലുള്ള വ്യവസ്ഥയാണ്. റേറ്റ് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലുള്ളതാണ്. അതുപോലെ മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയാണ് കേട്ടോ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെയാണ് മഹൽവാരി വ്യവസ്ഥ. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ കുറിച്യ കലാപം അല്ലേ. ഈ കുറിച്യ കലാപത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിലെ 3 ഘട്ടങ്ങളിലും ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളിലും ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം എന്ന് പറയുന്നത്. വയനാട്ടിലെ കുറിച്യ കലാപം എന്ന് പറയുന്നത് ആരുടെയാണ്? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. ചോദിക്കാട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഈ കലാപത്തിലുണ്ടായിരുന്നത്? കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. ഏത് വർഷമാണ് നടത്തിയത്? 1112 1112 കുറിച്യ കലാപം നടക്കുന്നത്. ഇനി പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റും ചോദിച്ചിട്ടുണ്ട് ആവർത്തിച്ചിട്ടോ.
സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ഒരു 3-4 സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. ഏതൊക്കെയായിരുന്നു കാരണങ്ങൾ? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഓക്കെ. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ആരായിരുന്നു നേതാവെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. രാമൻ നമ്പിയാണല്ലേ. രാമൻ നമ്പിയാണ് കലാപത്തിൻ്റെ നേതാവ്. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ടി.എച്ച്. ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് ടി.എച്ച്. ബാബർ പറഞ്ഞത് ഏത് കലാപത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടി.എച്ച്. ബാബർ എന്താണ് പറഞ്ഞത്? കുറിച്യ കലാപത്തെ കുറിച്ചിട്ട് 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് കുറിച്യ കലാപത്തെ കുറിച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് കുറിച്യ കലാപത്തെ കുറിച്ച് പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലാണ് നടന്നത്. ഓക്കെ. വയനാട്ടിലെ ഗോത്രജനതയായ കുറുമ്പരും ആരാണ്? കുറിച്യരുമാണ് ഈ കലാപത്തിലുണ്ടായിരുന്നത്. വർഷം ഏതാണ്? 1812 കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കലാപം നടന്നത് കുറിച്യ നേതാവായ ആരുടെ നേതൃത്വത്തിലായിരുന്നു? രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ തന്നെ ഈ കുറിച്യ കലാപത്തെക്കുറിച്ച് ടി.എച്ച്. ബേബർ എന്താണ് പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇതിനു കൂടാതെ തന്നെ കുറിച്യ കലാപത്തെയും അതുപോലെ തന്നെ സാന്താൾ കലാപത്തെക്കുറിച്ച് കൂടാതെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഗോത്ര കലാപങ്ങൾ? പഹാരിയ കലാപം, ബീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഗാസി കലാപം. പഹാരിയ കലാപം, ബീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഗാസി കലാപം. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ്: കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാൾ തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനത നടത്തിയത്. അപ്പോൾ ആരാണ് പറഞ്ഞത്? കെ. സുരേഷ് സിംഗ്. എന്താണ് പറഞ്ഞത് ഗോത്ര കലാപത്തെ കുറിച്ചിട്ട്? കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനത നടത്തിയത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഗോത്ര കലാപങ്ങളെക്കുറിച്ചും നമ്മൾ കുറിച്യ കലാപത്തെക്കുറിച്ചും പഠിച്ചു അല്ലേ. നെക്സ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കലാപസ്ഥലവും നേതാക്കന്മാരും. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന കലാപകാരികളും അവർ കലാപകാരികളെ നേതാക്കന്മാരും അവരുണ്ടായിരുന്ന സ്ഥലങ്ങളും ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ചേരുംപടി ചേർക്കാനായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിലുണ്ടായിരുന്ന നേതാവ്. ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായി. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. അപ്പോൾ ആരൊക്കെയാണ്? ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഓക്കെ. ഈ ടേബിൾ നമുക്ക് ഒന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ. സാന്താൾ കലാപം നടന്നത് എവിടെയായിരുന്നു? സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകളിലായിരുന്നു അല്ലേ. സാന്താൾ കലാപം നടന്നത്. സിന്ധുവും കാനും ആയിരുന്നു നേതാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ സാന്താൾ കലാപം നടന്നത് രാജ്മഹൽ കുന്നുകളിലാണ്. ഇനി മാപ്പിള കലാപങ്ങൾ എവിടെയാണ്? മലബാറിലാണ് അല്ലേ. മാപ്പിള കലാപങ്ങൾ നടന്നത് മലബാറിലാണ്. കുറിച്യ കലാപം നമ്മൾ നേരത്തെ പറഞ്ഞു വയനാട്ടിലാണെന്നല്ലേ. കുറിച്യ കലാപം വയനാട്ടിലെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. ചോർച്ചാ സിദ്ധാന്തം ചോദിക്കാറുണ്ട് കേട്ടോ. ദാദാബായ് നവറോജിയുടെയാണ് ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നല്ലേ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയുടെയാണ്. അപ്പോൾ സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകൾ, മാപ്പിള കലാപങ്ങൾ മലബാർ, കുറിച്യ കലാപം വയനാട്, ചോർച്ചാ സിദ്ധാന്തം ദാദാബായ് നവറോജി.
നെക്സ്റ്റ് നോക്കി, ഈ സ്ഥാപനങ്ങളിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുവാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായിട്ട് അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരുടെയാണ്? വില്യം ജോൺസ് ആണ് സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഇനി കൽക്കട്ട മദ്രസയുടേതോ? കൽക്കട്ട മദ്രസയുടേത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസയുടേത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് ജനാർദ്ദൻ ഡങ്കനാണ്. ജനാർദ്ദൻ ഡങ്കൻ. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്, കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ് ജനാർദ്ദൻ ഡങ്കൻ. ഇനി നോക്കി, കുറേ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആര്യ സമാജത്തിൻ്റെ നേതാവ്, നമുക്കറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നടത്തി, ഞാൻ അധികം ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ആര്യ സമാജം, അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ സമാജം ചോദിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാതും ചോദിച്ചിട്ടുണ്ട്, ഏകദേശം എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വയ്ക്കാം. ആര്യ സമാജം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ് ആര്യ സമാജം. സ്വാമി ദയാനന്ദ സരസ്വതി. അതിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ആശയങ്ങൾ ആര്യ സമാജത്തിൻ്റെ വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തു. വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തത് ആരാണ്? ആര്യ സമാജത്തിലെ നേതാവായ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി രാമകൃഷ്ണ മിഷൻ്റെ പരിഷ്കർത്താവ് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അതിലെ ഈ രാമകൃഷ്ണ മിഷൻ്റെ ആശയങ്ങളാണ്: ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷനിലെ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു അല്ലേ. അപ്പോൾ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഇനി നെക്സ്റ്റ് ആണ് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനത്തിന് നേതാവാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനത്തിന് നേതാവ്. ഇതിൻ്റെ എന്തായിരുന്നു മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചതാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ. നെക്സ്റ്റ് പ്രാർത്ഥനാ സമാജം. ആത്മറാം പാണ്ഡുരംഗിനെയാണ്. ആത്മറാം പാണ്ഡുരംഗിനെയാണ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം പഠിച്ചു വയ്ക്കുക കേട്ടോ. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയും സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊള്ളുന്നതാണ് പ്രാർത്ഥനാ സമാജം. അപ്പോൾ പ്രാർത്ഥനാ സമാജാരുടേതാണ്? ആത്മറാം പാണ്ഡുരംഗിൻ്റെയാണ്. മിശ്രമോചനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായിട്ട് നിലകൊണ്ടത് പ്രാർത്ഥനാ സമാജമാണ്. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചത് അലിഗഡ് പ്രസ്ഥാനത്തിലൂടെയാണ്. പ്രാർത്ഥനാ സമാജം, ആത്മറാം പാണ്ഡുരംഗ, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടു. നെക്സ്റ്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബസന്റിൻ്റെയാണ്. ആരുടേതാണ്? ആനി ബസന്റിൻ്റെതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടത് ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഇനി ഹിതകാരണി സമാജം വീരേശലിംഗം പന്തിലുമാണ് അല്ലേ. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയത് ഹിതകാരണി സമാജത്തിലൂടെയാണ്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റിൻ്റെ ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തിലു വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചാരണം നടത്തി. നെക്സ്റ്റ് സത്യശോധക് സമാജം ജ്യോതിബ ഫുലെയാണ് കേട്ടോ. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെയുടെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തതാരാണ്? സത്യശോധക് സമാജത്തിലൂടെയാണ് അല്ലേ. പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചതും സത്യശോധക് സമാജത്തിലൂടെയാണ്. അപ്പോൾ സത്യശോധക്
സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഇനി സ്വാഭിമാന പ്രസ്ഥാനമാരുടേതാണ്? E.V. രാമസ്വാമി നായ്ക്കാറിൻ്റെയാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ഇതിലൂടെ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം E.V. രാമസ്വാമി നായ്ക്കർ, സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം E.V. രാമസ്വാമി നായ്ക്കർ, ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ? നോക്കിയേ, ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു ഇതിലൂടെ. അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികയും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ട് നിലകൊണ്ടതും ആരാണ്? ശ്രീനാരായണ ഗുരു. ധർമ്മപരിപാലന യോഗത്തിലൂടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകാർണി സമാജം വീരേശലിംഗം, സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ, സ്വാഭിമാന പ്രസ്ഥാനം E.V. രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും ഇനിയും പഠിക്കാനുണ്ട് അല്ലേ? കുറേ ക്വസ്റ്റ്യൻസ് SCRT-യുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.